അന്നൊരു വിഷു പുലരിയിൽ ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് മുമ്പിലായിട്ടാണ് അവൻ അവളെ ആദ്യമായി കണ്ടത്. അക്ഷരങ്ങളിലൂടെ മാത്രം സംസാരിച്ചവളെ മിഴികളിലൂടെ പകർത്തിയത് അന്നായിരുന്നു. പേടിച്ചാണെങ്കിലും അവളുടെ മിഴികൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. ആ ദൃഷ്ടിയുടെ അവകാശി അവനായിരുന്നു. പക്ഷേ അവളുടെ മിഴികൾക്ക് അവനെ കണ്ടെത്താനായില്ല. പിന്നീടൊരു വൈകുന്നേരം ദന്ത ഡോക്ടറുടെ ക്ലിനിക്കിന്റെ കാത്തിരിപ്പുകാർക്കിരിക്കേണ്ടുന്ന ഇരിപ്പിടത്തിലിരിക്കവെയാണ് അവൾ ആദ്യമായിട്ട് അവനെ നിറഞ്ഞ പുഞ്ചിരിയോടെ നേരിൽ കണ്ടത്. അവളുടെ നെറ്റിത്തടത്തിലും ചുണ്ടിന് മുകളിലും അനുനിമിഷം പൊടിയുന്ന വിയർപ്പ് കണങ്ങളും തണുത്തുറഞ്ഞ കൈത്തലങ്ങളും ആ പെണ്ണിന്റെ പരിഭ്രമത്തെ പരവേശത്തെ അവന് കാട്ടിക്കൊടുത്തു. ആർദ്രമായ പുഞ്ചിരിയിൽ നിന്ന് കുസൃതി ചിരിയിലേക്ക് അവന്റെ മന്ദസ്മിതം മാറി മറിയുന്നത് കൗതുകപൂർവ്വം അവൾ നോക്കി നിന്നു. നേരിൽ നോക്കാൻ അശക്തിയെന്നോണം ചുമരുകളിലെ നോട്ടീസുകളിലൂടെ അവളുടെ കണ്ണുകൾ ലക്ഷ്യമായി പാറി നടന്നു. അവിടെ നിന്ന് ധൃതിയിൽ മടങ്ങവേ ധൈര്യം സംഭരിച്ച് ഒരു വട്ടം കൂടി അവൻ കാണാതെ നോക്കിക്കൊണ്ട് തിരികെ പോയി. അക്ഷരങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അവന് മുന്നിൽ അവളൊരു വായാടിയായിരുന്നുവെങ്കിലും ശബ്ദത്തിലൂടെ സംസാരിക്കാൻ പരിഭ്രമത്താൽ അത്രമേൽ അശക്തയായിരുന്നവൾ. ചെറിയ സന്തോഷങ്ങൾ പങ്കുവച്ചും കഥകൾ പറഞ്ഞും തമാശകളിൽ പൊട്ടിച്ചിരിച്ചും മുറതെറ്റാതെ വഴക്കുകൂടിയും അക്ഷരങ്ങളിലൂടെ അവർ പറയാതെ പറഞ്ഞ പ്രണയം കൈമാറി. അവളുടെ പിറന്നാൾ ദിനത്തിൽ ഓണപ്പുലരിൽ ശിവരാത്രി നാളിൽ വീണ്ടും ഏതെല്ലാമോ ദിനങ്ങളിൽ ചുറ്റമ്പലത്തിനുള്ളിൽ അവൾ ആ പരിചിതമായ മിഴികളെ കണ്ടുപിടിച്ചു. ആ മിഴികളിൽ കടലിനോളം ആഴവും പരപ്പുമറിഞ്ഞ പ്രണയത്തിന്റെ തിരകളെ കണ്ടെത്തി മൗനമായി പ്രണയിച്ചു. ഒത്തിരി എന്തൊക്കെയോ സംസാരിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. നേരം വെളുത്ത് രാവെത്തും വരേക്കുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നുള്ളിപ്പെറുക്കി അവൾ അവനോട് പറയുമായിരുന്നു. താല്പര്യപൂർവ്വം പ്രോത്സാഹിപ്പിച്ച് അവനൊരു നല്ല കേൾവിക്കാരനായിരുന്നു എപ്പോഴും. ആരോ അവൾക്കായി കാതോർക്കുന്നു എന്ന തോന്നൽ ഒരു ചൊടി അവളിൽ നിറച്ചു. അവൾക്കേറെ പ്രിയം ഉണ്ണിയപ്പമായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടം പ്രഥമനും. പിന്നീടെപ്പോഴാണ് അത് രണ്ടിനും ഇഷ്ടമായി തുടങ്ങിയത്. ഓരോ നുറുങ്ങുകൾ പറഞ്ഞൊടുക്കം പറയാൻ എന്തൊക്കെയോ മനസ്സിൽ മുളപൊട്ടവേ ഇരുഭാഗത്തും ചില നേരം സുഖകരമായ മൗനം വന്ന് നിറയും. അപ്പോഴവളുടെ കവിളുകൾ ചുമക്കും, കൃഷ്ണമണികൾ കീഴ്പോട്ടേക്ക് ചെന്നൊളിക്കും. അതേസമയം അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ മറച്ചു പിടിച്ച കുസൃതി ചിരിത്തുള്ളികളിൽ പ്രകാശവും. അവനോടുള്ള പ്രണയത്തിൻ്റെ ആലസ്യത്തിൽ അവൾ രാവുതോറും കവിതകൾ എഴുതി. മയിൽപീലിത്തുണ്ടിൽ അവൻ്റെ പേരെഴുതി ഡയറിക്കുള്ളിൽ കവിതകളോടൊപ്പം ചേർത്ത് വെച്ചു. ഓരോ ദിവസവും അവന് വേണ്ടി അവൻ ഓരോ കവിതകൾ എഴുതി. എൻ്റെ ഹൃദയമേ എന്ന് തുടങ്ങി, എന്ന് നിൻ്റേതു മാത്രമായ നിന്റെ പാതി എന്ന് അവസാനിച്ചുകൊള്ളുന്ന പ്രണയം ചാലിച്ച വരികൾ. വർണ്ണക്കടലാസുകൾക്കുള്ളിൽ ശ്രദ്ധയോടെ എഴുതിയെടുത്ത വരികൾ അവൾ അവന് വേണ്ടി കാത്തുവെച്ചു. അവളുടെ പ്രണയം അവൾ തൻ്റെ മഷിപ്പേനയിൽ ചാലിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു നാൾ അവൾക്ക് ചേലിൽ നിന്ന് കളി പറഞ്ഞ് ചിരിച്ചപ്പോൾ അത് കളിയായിരുന്നിട്ട് കൂടി അവളുടെ കണ്ണുകൾ ചിരിക്കിടയിലും നിറഞ്ഞു നിന്നിരുന്നു. നീർമണികളേന്തിയ മിഴികളുടെ നോട്ടം പതിച്ചപ്പോൾ അവൻ്റെ ഉള്ളം പൊള്ളിപ്പിടഞ്ഞു. രാവത്രയും അവൾ കരഞ്ഞു. അവൻ്റെ കളിവാക്ക് പോലും നോവുന്നല്ലോ എന്നുള്ള വേപ്പത്തുവോടെ ചിന്തിച്ചു. ഒരു നാൾ അവനില്ലായ്മ അവളെ ഭ്രാന്തിയാക്കുമോ എന്നവൾ പേടിച്ചു തുടങ്ങി. അവൻ്റെ കരുതലും കുസൃതിയും എപ്പോഴും അവളും ആസ്വദിച്ചു പോയിരുന്നു. അവന് കല്യാണപ്രായമായെന്ന് കളിയോടന്ന് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും പിടഞ്ഞു തുടങ്ങി. അവളുടെ മിഴികളുടെ ആഴങ്ങളിൽ നിന്നും പിടച്ചിലിൻ്റെ ഉത്തരം അവൻ തപ്പിയെടുത്ത് കഴിഞ്ഞിരുന്നു. നേർത്തൊരു പുഞ്ചിരി അവനിൽ മുട്ടിട്ട് തുടങ്ങി. ഒരു നാൾ അവളെ വിട്ട് അവൻ്റെ ലോകത്തിലേക്ക് ചേക്കേറുമെന്ന സത്യം അവളെ നോവിച്ചു തുടങ്ങി. വീണ്ടും ഏകാന്തതയുടെ കോണിൽ മൗനം നിറച്ചു നിൽക്കുക എന്നത് അവൾക്ക് മരണതുല്യമായി തോന്നി. അവളുടെ വാക്കുകൾ അന്ന് തൊട്ട് പാതിയിൽ മുറിഞ്ഞു തുടങ്ങി. പതർച്ചയോടെ സംസാരം പകുതിയിൽ തീർന്നുപോയി. അവൻ്റെ കണ്ണുകളിൽ നോക്കാതെ ഒഴിഞ്ഞു മാറി നോവോടെ മറഞ്ഞു നിന്നു. രാവിൻ്റെ ആഴങ്ങളിൽ അവളുടെ തേങ്ങലുകൾ അലയടിച്ചു. ഒരിക്കൽ അയാൾ തിരിച്ചു പോകുമെന്ന് ഓരോ വട്ടം ഉരുവിടുമ്പോഴും തേങ്ങലുകളിൽ അവ ചിതറിപ്പോയി. അവളുടെ ആ പിടച്ചിലും അവനൊട്ടൊരു കുസൃതിയോടെ നോക്കിക്കണ്ടു. അത് തന്നോടുള്ള പ്രണയമാണെന്ന് അവന് വ്യക്തമാണെങ്കിലും അവളുടെ മനസ്സിൻ്റെ വിങ്ങൽ അവനെയും നോവിച്ചു തുടങ്ങി. ആ പെണ്ണ് ഗുരുവായൂർക്ക് പോവാനിരുന്നതിൻ്റെ തലേന്നായിരുന്നു അവനോട് അവൾക്ക് പ്രണയം തോന്നിയിരുന്നോ എന്ന് അവൻ ആദ്യമായി ചോദിച്ചത്. അവളുടെ പതറിയ അക്ഷരങ്ങൾ ഉത്തരം കിട്ടാതെ പിടഞ്ഞൊടുക്കും അതേ എന്ന് മൂളി അങ്കലാപ്പോടെ അവൾ ഓടിമറഞ്ഞു. പിറ്റേന്ന് ശ്രീകോവിലിൻ്റെ തിരുമുമ്പിൽ തൊഴുതു നിൽക്കുമ്പോഴും പറഞ്ഞതൊന്നും അവിവേകമാകില്ലേ കണ്ണ എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ നിറഞ്ഞു നിന്നു. തിരിച്ചു വന്ന് ദേഷ്യം ചുവപ്പിച്ച് അവൻ്റെ മുഖം കാണുന്നത് ഭയന്നവൾക്ക് മുമ്പിൽ നിറഞ്ഞ ചിരിയോടെ അവൻ നിന്നു. നീ ലോകം കണ്ടിട്ടില്ല പെണ്ണേ. ഇനിയും ഈ വഴി ഒത്തിരി പേർ വന്നു പോകും. അവിടെ എന്നേക്കാൾ മികച്ച കേൾവിക്കാരും കൂട്ടുകാരും ഉണ്ടാവും. നീയൊരു പൊട്ടി പെണ്ണാണ്. ലോകം ഇനിയും വിശാലമാണ് പെണ്ണേ. നീ ഇതിലും നല്ല കൈകളിൽ എത്തുവാൻ പ്രാപ്തയായവളാണ്. എൻ്റെ കൊച്ചു ലോകം നിനക്കൊരിക്കലും മതിയാവുകയില്ല. നിന്നെ എനിക്കിഷ്ടമാണ്, പ്രാണനോളം.
നീ ഏറ്റവും സൗഭാഗ്യവതിയായിരിക്കണം. നീ ലോകം ഇനിയും കാണാനുണ്ട്. നീ നിന്നെ എന്നിൽ തളച്ചിടാതെ സ്വതന്ത്രയായിരിക്കൂ. വാക്കുകൾ കൊണ്ട് കപടമായ സന്തോഷത്തിൻ്റെ മേമ്പൊടിയോടെ അവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവളുടെ കൂർത്ത നോട്ടമേറ്റ് അവൻ്റെ മുഖം മൂടി പാതി അടർന്നുപോയി. നിറഞ്ഞ കണ്ണുകളിൽ ഈ ചാപങ്ങത്തിൻ്റെ വേദനയും കോപവും നിറച്ച് തിരിഞ്ഞു നടക്കവേ മനസ്സിൻ്റെ ഭാരനിമിത്തം കാലിടറി അവൾ ആ പൂഴി മണ്ണിലേക്ക് തളർന്നു വീണു. വേപ്പത്തുവോട് ഓടിപ്പിടഞ്ഞ് താങ്ങി എഴുന്നേൽപ്പിക്കാനൊരുങ്ങി അവൻ്റെ കൈകളെ അവൾ ക്രോധത്തോടെ സർവശക്തിയും എടുത്ത് തട്ടിയെറിഞ്ഞു. വീണ്ടും വീണ്ടും ഇടറി വീഴുന്ന കാലുകളോട് പൊരുതി സ്വയം എഴുന്നേറ്റൊരു വാക്ക് പോലും അവന് വേണ്ടി നൽകാതെ, ഒരു നോക്കുപോലും ദൃഷ്ടി അവനുമേൽ പതിക്കാതെ അവൾ നടന്നകന്നു. അവളുടെ ആ ചെറിയ അവഗണനയിൽ പോലും വെന്തുനീർന്ന ഹൃദയത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ ഉഴറി. പിന്നീട് ആ വഴിയോരം അവളെ കാണാതെയായി. അവൾ വാതോരാതെ കഥ പറഞ്ഞിരുന്ന സായം സന്ധികൾ മൂകമായി പടികടന്നുപോയി. അവളില്ലായ്മയുടെ കയ്പ് നീരവനിൽ നിറഞ്ഞു തുടങ്ങി. പൊടിയുന്ന ഹൃദയത്തിൻ്റെ ഏതോ കോണിൽ അവളുടെ വാതോരാത്ത സംസാരത്തിൻ്റെ ശേഷിപ്പുകളുണ്ടെന്നവൻ കണ്ടെത്തി. അവളുടെ ഒഴിഞ്ഞുമാറ്റം അവനിൽ വേദന നിറച്ചു തുടങ്ങി. അന്നാദ്യമായി അവളെ തേടി അവൻ ഉഴറി അലഞ്ഞു. ഏറാലച്ചിലുകൾക്കൊടുവിൽ അവളുടെ കരഞ്ഞു വീർത്ത മുഖം അവൻ്റെ മകളിൽ ഇടം പിടിച്ചു. അടക്കാനാവാത്ത പ്രണയത്തോട് അവളിലേക്ക് അടുത്ത അവൻ്റെ കൈകളെ വീണ്ടും അവഗണിച്ച് തിരിഞ്ഞു നടക്കാനൊരുങ്ങി അവളുടെ വലത് കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് തിരിച്ചു നിർത്തി. ബലമായി അവൻ്റെ കണ്ണുകൾക്ക് അഭിമുഖമായി അവളുടെ മുഖം കൈവിരലാൽ ഉയർത്തി. ആ കണ്ണുകളിൽ ഒരു വേള കണ്ട നിശ്ചയദാർഢ്യത്തിൽ അവളുടെ എതിർപ്പുകൾ അലിഞ്ഞ് അവൾ അവനെ ശ്രദ്ധിക്കാനായി തുനിഞ്ഞു. അവളുടെ നേർത്തു നീണ്ട വിരലുകളിൽ വിരൽ കോർത്ത് അലിവോടെ, കണ്ണിൽ പൊടിയുന്ന നേർത്ത നനവോടെ, അതിൽ പരം പ്രണയത്തോടെ അവളെ അവൻ ഉറ്റുനോക്കി. നീയൊരു മരീചികയാണ് പെണ്ണേ. വീണ്ടും വീണ്ടും നിന്നിലേക്ക് കുതിക്കാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന മരീചിക. നീ എന്ന സ്വപ്നം മാഞ്ഞുപോയ നേരം നിന്നിൽ ഞാനായി നോവ് നിറച്ച ആ നിമിഷത്തെ ഞാൻ ഇന്ന് വെറുക്കുന്നു. ഇത്രമേൽ എന്നെ ആരും പ്രണയിച്ചിട്ടില്ല. നിന്നോളം ആർക്കും എനിക്കായി പ്രണയം പകുത്ത് നൽകാനും കഴിയുകയില്ല. നീ എൻ്റെ പാതി തന്നെയാണ് പെണ്ണേ. നീ എന്നിലേക്ക് വരുന്ന മാത്രം എൻ്റെ ലോകം വിശാലമാകുന്നുവെന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. അപ്പോഴത് ചെറുതിൽ നിന്ന് ക്ഷണനേരം കൊണ്ട് വിശാലമാവുന്നു. പൊന്നുകൊണ്ട് മൂടുമെന്നില്ലെങ്കിലും കൃഷ്ണമണി പോലെ കാക്കാൻ എനിക്ക് കഴിയുമെന്ന ബോധ്യമുണ്ട്. അതുമാത്രം മതി എനിക്ക് നിന്റെ പ്രണയത്തെ എൻ്റെ ഏതുകൂടിയാക്കാൻ. നീ പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ ഇനി തനിച്ചു പോവാൻ സമ്മതിക്കുകയില്ല നിശ്ചയം. അത്രയും ഒരു നിശ്വാസത്തിൽ കടുപ്പിച്ച് പറഞ്ഞ് അവൻ അവളുടെ വിരലുകളെ തന്നിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കി. പ്രണയപൂർവ്വം അവൾക്ക് നേരെ മിഴികൾ അയച്ചു. അവളൊട്ടൊരു നിമിഷം മറ്റെല്ലാം മറന്നു നിന്നു. തൻ്റെ പ്രണയം അത് പൂർണ്ണമാവുന്നു. കാലവർഷം പെയ്തൊഴിഞ്ഞ വാനം പോലെ അവളുടെ മുഖം തെളിഞ്ഞു. പരിഭ്രമം മാറാതെ അകന്നു നിന്ന് അവൾക്കായി കൈകൾ നീട്ടിയപ്പോൾ ഞെട്ടലിൽ നിന്ന് മുക്തയായി ഇളം വെയിൽ പോലെ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ആ കൈകളിൽ ഗുരുവായൂർ നടയിൽ നിന്ന് മേടിച്ചു വെച്ച കുഞ്ഞൊരു സ്ഫടികം പതിപ്പിച്ച രാധാകൃഷ്ണ ശില്പം വെച്ചു കൊടുത്തു. പിന്നീട് ഭയമേതും കൂടാതെ ആ കൈകളിൽ വിരൽ കോർത്ത് ചേർത്തു പിടിച്ചു. പിന്നീടൊരു പ്രണയകാലം. പുഴയോരത്തെ പുൽമൈതാനങ്ങളും കടൽ തീരത്തെ മണൽത്തരികളും മലമുകളിലെ കരിങ്കൽ പാടികളും രണ്ട് ജോഡി കണ്ണുകളിൽ കണ്ട പ്രണയം ഇതിൽ പരം വിവരിക്കാതിരിക്കാം. പ്രണയം വിവരിക്കേണ്ടതല്ല, അനുഭവിച്ചറിയേണ്ടതാണ്. ഈ ഭൂമിയിലെ ഓരോ പുഷ്പങ്ങളെന്ന പോലെ അവ പൊട്ടിവിടരട്ടെ, വാടാത്ത സുഗന്ധവാഹകരാവട്ടെ. പ്രണയത്തെപ്പറ്റി ഇനി എന്ത് പറയണം? പ്രണയം അവസാനിക്കുന്നില്ലല്ലോ.